ഹായ് ഗൈസ്, എല്ലാവർക്കും ഈസി വ്ളോഗ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഇന്നൊരു കപ്പപ്പുഴുക്കാണ് ഉണ്ടാക്കാൻ പോകുന്നത്. ഇപ്പോൾ പാലക്കാരുടെ ഫേവറേറ്റ് എന്ന് പറയുന്നത് കപ്പപ്പുഴുക്കും പന്നിയിറച്ചിയാണ്. അപ്പോൾ അതിന് പകരം നമ്മൾ കപ്പപ്പുഴുക്കും മീൻ വറുത്തതുമാണ് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ മീൻ വറുത്ത് നേരത്തെ വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാം. അപ്പോൾ അതിൻ്റെ ഒരു വീഡിയോ ആണ് നമ്മൾ ഇന്നത്തെ വീഡിയോ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പ ഇതാണ്ട് റെഡിയാക്കി ഞുറുക്കി വെച്ചിട്ടുണ്ട്. 2 കിലോ കപ്പയാണ്. അപ്പോൾ അതിനനുസരിച്ചുള്ള മഞ്ഞൾപ്പൊടിയും പിന്നെ ഉപ്പും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു അരമുറി തേങ്ങയാണ് നമ്മൾ ഇവിടെ വെച്ചിരിക്കുന്നത് ഉപയോഗിക്കാൻ വേണ്ടി. പിന്നെ 2 കിലോ കപ്പയ്ക്ക് വേണ്ടിയുള്ള സവോള അല്ല ചെറുപുളി നമുക്ക് ഉപയോഗിക്കാം. ഈ സവോള എടുത്തിട്ടുണ്ട്. അതുപോലെ പച്ചമുളക്, ഒരു പച്ചമുളകാണ് നമ്മളിപ്പോൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത്. പിന്നെ ഒരു 2 വറ്റൽമുളകാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. 3 തണ്ട് കരിയാപ്പില നമ്മളിവിടെ ഒരുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കടുക് ആവശ്യത്തിന് വേണ്ടി നമ്മൾ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കപ്പപ്പുഴുക്ക് ഉണ്ടാക്കാനുള്ള സാധനങ്ങൾ. അപ്പോൾ ഇതിനൊപ്പം തന്നെ നമ്മൾ ഓയിലും കൂടെ ചേർക്കും. അപ്പോൾ അത് നമുക്ക് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കാണാം. അപ്പോൾ ഗൈസ്, നമ്മൾ ഇതിൻ്റെ പാത്രം മാറ്റി ചൂടാക്കാനുള്ള പാത്രത്തിലോട്ട് നമ്മൾ വെച്ചു. കപ്പയുള്ള ലെവലിൽ നമ്മൾ വെള്ളം നിറച്ചിട്ടുണ്ട്. അപ്പോൾ ഇതോടെ നമുക്ക് ഇനി അടുപ്പിലോട്ട് വെക്കാം. നമ്മൾ ഇതിൻ്റെ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് തിളയ്ക്കുന്ന വരെ നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. ഗൈസ്, അപ്പോൾ നമ്മുടെ കപ്പ വേകുന്ന ആ സമയം കൊണ്ട് നമുക്ക് എണ്ണ ദാണ്ട് ഒഴിച്ചിട്ടുണ്ട്. അപ്പോൾ എണ്ണയിലോട്ട് നമുക്ക് സവോളയും പച്ചമുളകും കടുകും ഇട്ട് നമുക്ക് അത് വരട്ടിയെടുക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഏതാണ്ട് എണ്ണ ചൂടായി നമ്മൾ ആ കടുക് ഇട്ടിട്ടുണ്ട്. ഇനി നമ്മൾ വറ്റൽമുളകാണ് ഇടുന്നത്. ഇനി അതൊക്കെ ഒന്ന് ഇളക്കി ഒന്ന് ശരിയാക്കാം. ഇനി പച്ചമുളക് ഇടുന്നു. അതിനോടൊപ്പം സവോള ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കാം. അപ്പോൾ ഇതൊരു ലൈറ്റ് ബ്രൗൺ ആവുന്ന വരെ നമുക്കിത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഇതാണ്ട് കരിയാപ്പിലയും കൂടെ നമ്മളിപ്പോൾ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതിനി ഒരു ലൈറ്റ് ബ്രൗൺ വരുന്ന വരെ നമുക്ക് ഇത് ഇളക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ ഗൈസ്, നമ്മുടെ ഏതാണ്ട് എല്ലാം വരണ്ട് നല്ല ലൈറ്റ് ബ്രൗൺ ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇനി മഞ്ഞൾപ്പൊടി ഇടുകയാണ്. മഞ്ഞൾപ്പൊടി നമ്മൾ നേരത്തെ പറഞ്ഞ കണക്കിന് നമ്മൾ ഇട്ടിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടെ ഒന്ന് ഇളക്കുക. അപ്പോൾ ഗൈസ്, ഇതാണ്ട് നമ്മുടെ കപ്പ തിളച്ച് വെന്ത് വന്നിട്ടുണ്ട്. നല്ല ആവിയൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇത് ഒരു വേകാത്ത കപ്പയായിരുന്നു. അപ്പോൾ ഇതുണ്ടാക്കുമ്പോൾ നല്ല വേവുന്ന കപ്പ വെച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ നമുക്കിനി കപ്പ നമ്മൾ നേരത്തെ വരട്ടി വെച്ച പുളിയിലോട്ട് മാറ്റാം. ഗൈസ്, നമ്മൾ ദാണ്ടെ കപ്പ ഇട്ടിട്ടുണ്ട്. ഇനി നമുക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കുന്നതിന് മുമ്പ് നമ്മൾ തേങ്ങ ഇടുന്നുണ്ട്. നമ്മൾ നേരത്തെ പറഞ്ഞ അരമുറി തേങ്ങയാണ്, അത് നമ്മൾ ഇട്ടിട്ടുണ്ട്. തേങ്ങയുടെ ഒപ്പം നമ്മൾ ഇതാണ്ട് ഉപ്പ് ഇടുന്നുണ്ട്. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ആവശ്യത്തിനാണ്. പിന്നെ നമ്മൾ ആവശ്യത്തിന് ഇച്ചിരി ഉപ്പിടുന്നുണ്ട്. നേരത്തെ ഉപ്പിട്ടത് കറക്റ്റല്ലായിരുന്നു. അപ്പോൾ ഇച്ചിരി ഉപ്പിട്ടിട്ടുണ്ട്.
2 സ്പൂണാണ് നമ്മളിപ്പോൾ ഇട്ടത്. കപ്പ ഇപ്പോൾ നമ്മൾ ദാണ്ട് ഇളക്കിയിട്ടുണ്ട്. അതിൻ്റെ ഒപ്പം നമ്മളിപ്പോൾ ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഒഴിക്കുന്നുണ്ട്. തേങ്ങയും മഞ്ഞളും ഒക്കെ ഇട്ട കപ്പ ഏതാണ്ട് നമ്മളിപ്പം മൂടാൻ പോവാണ്. ഇപ്പോൾ മൂടി കുറച്ച് നേരത്തേക്ക് വെക്കുക. ഗൈസ് ദാണ്ട് നമ്മുടെ കപ്പ ഇവിടെ റെഡി ആയിട്ടിരിക്കുന്നുണ്ട്. നല്ല മണമൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്കിതൊരു പ്ലേറ്റിലോട്ട് മാറ്റാം. അതിനോടൊപ്പം നമ്മുടെ മീനും റെഡി ആയിട്ടുണ്ട്. കൊഴുവയാണ്. അപ്പോൾ നമുക്ക് മീനും കപ്പയും കൂടെ കൂട്ടി നമുക്കൊന്ന് പിടുത്തം പിടിക്കാം. Fight the pain that I once let kill my vibe. I fear the day that I lose the chance to fight. So I stand up tall, ready to face it all again. And I will not fall, I won't lose again. I wanna fly over mountains, I wanna reach the end, rise up from the end. അപ്പോൾ ഗൈസ് നമ്മുടെ നല്ല കപ്പപ്പുഴുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് കഴിച്ച് നോക്കാം. അപ്പോൾ ആദ്യമേ ഒരു ഇച്ചിരി കപ്പ ഇടുക. പിന്നെ ഒരു 2 മീൻ വറുത്തത് അങ്ങനെ എടുത്തിട്ട് നമ്മളിങ്ങനെ അപ്പോൾ ഗൈസ് നമ്മുടെ വീഡിയോ ഒന്ന് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മളിന്ന് ഉണ്ടാക്കിയ കപ്പപ്പുഴുക്ക് നല്ല സൂപ്പറായിരുന്നു. വലിയ ടേസ്റ്റ് കുറവൊന്നുമില്ല. പാകത്തിനെല്ലാം ചേർത്തുകൊണ്ട് തന്നെ നല്ല രസമായിട്ട് നമുക്ക് കഴിക്കാൻ പറ്റി. മീൻ വറുത്തതാണെങ്കിലും സൂപ്പറായിരുന്നു. അതുകൊണ്ട് മീൻ വറുത്തത് കപ്പയും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് ലഭിക്കാനായിട്ട് ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഞാനിടുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ ഇനിയും നല്ല വീഡിയോസായിട്ട് ഞാൻ ഇനിയും വരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടെല്ലാം ഞാൻ പ്രതീക്ഷിച്ച് വൈൻഡപ്പ് ചെയ്യാണ്. ഗുഡ് ബൈ.